വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹി ഹു കോൾഡ് യു ഈസ് ഫെയ്ത്ത്ഫുൾ. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വിളിച്ചവൻ ദൈവമാണ് എങ്കിൽ he who began a good work in you is faithful to complete it. അവൻ തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയായിരിക്കാൻ അവൻ വിശ്വസ്തൻ തന്നെ. അപ്പം നമ്മൾ ഓരോ ദിവസവും ഈ യേശുവിനെക്കുറിച്ച് പറയുമ്പോഴേ അവൻ്റെ ക്യാരക്ടർ, അല്ലെ അവൻ്റെ ബലം, അവൻ്റെ സ്വഭാവം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും തോറും മോർവീസ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ പ്രതിച്ഛായ നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ അവൻ്റെ രൂപത്തിലാകും. കാരണം നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നോ അതുപോലെയായി മാറും. അത് നമ്മൾ എന്ത് ഭക്ഷിക്കുന്നോ അതുപോലെയായി മാറും. അത് എന്ത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആത്മീയ ഗോളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിലും പ്രസക്തിയുണ്ട്. സന്യാസിമാർ അല്ലെങ്കിൽ മുനിമാരൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ എത്രയോ നാളുകൾ, യേശുക്രിസ്തു 40 ദിവസം ഭക്ഷണം കഴിക്കായിരുന്നു, മോശ 40 ദിവസം ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു ആ ടൈമിൽ എന്താ അവർ കൺസ്യൂം ചെയ്തതൊന്നുമല്ല, അവർ കൺസ്യൂം ചെയ്ത് ദൈവത്തെയാണ് ഭക്ഷിക്കുന്ന. ദൈവത്തോടുള്ള സഹവാസം, കൂടെ ഇന്ന് താമസിക്കുക, ഉപവസിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ അവരായിട്ട് മാറുകയാണ്. അതായത് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് പകർന്നിട്ട് നമ്മൾ അവരുടെ പ്രതിച്ഛായയായിട്ട് മാറുകയാണ്. കണ്ണാടി പോലെ മൂടുപട മാറിയ മുഖത്തെ ദൈവത്തിൻ്റെ തേജസ്സിനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. ഉറപ്പുണ്ടോ? ഉറപ്പ് വരണമല്ലോ, വചനമാണല്ലോ ഉറപ്പ് വരുന്നത്. പലപ്പോഴും പലരും എന്നോട് വിളിച്ച് ചോദിക്കും, മാഡം എനിക്ക് വലിയ ഭാരമാണ്, പ്രശ്നമാണ്. ഞാൻ ആ വചനം പറഞ്ഞു കൊടുക്കും. വചനം പറഞ്ഞ് പലർക്കും കൃപയുള്ള മക്കളാണ് എന്നെ വിളിക്കുന്നവർ. അത് കഴിയുമ്പോൾ ഞാൻ 1-2 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് കൃപയുള്ളവർ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവർ പാട്ടുകൾ എഴുതി അറിയിക്കും എന്നെ. അപ്പോൾ എന്നോട് പറയാൻ നോക്കാൻ പറയും. വളരെ അവരുടെ ആവശ്യത്തിന് പറ്റിയ വിടുതലുള്ള പാട്ടാണ് ദൈവം അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. ജീവനുള്ള ദൈവം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ എന്നോട് ചോദിക്കും, മാഡം എന്ത് പറയും? ഞാൻ വായിച്ചേച്ച് പറയും, വളരെ നല്ലതാണ്, ദൈവം നിനക്ക് ഉത്തരം തന്നിരിക്കും, ഇതിൽ ഉറച്ചു നിൽക്കണം. ഇനി പിന്നെ പലതും തേടി അപ്പുറത്തും ഇപ്പുറത്തും പോകരുത്. ഇതിൽ നീ ഉറച്ചു നിന്നിട്ടത് നിൻ്റേതാക്കി എടുത്തിട്ട് അത് നമ്മളായി മാറണം. അതായത് അതാണ് എസെക്കിയേൽ 3:3 പറയുന്നത്. കൺസ്യൂം. കർത്താവ് ഒരു ചുരുളി നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ ചുരുളി ഇപ്രാവശ്യം പാട്ടായിട്ടായിരിക്കും, ഒരു പദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വചനമായിട്ടായിരിക്കും. അത് ചിലപ്പം മിക്കപ്പോഴും വചനം വേദപുസ്തകത്തിൽ തന്നെയാണ്. ഈ സങ്കീർത്തനങ്ങൾക്ക് എന്നെ പവറാണെന്ന് ഓരോ വചനം ദൈവത്തിൽ നിന്ന് നമുക്കറിയാം വചനം. പക്ഷെ നമ്മുടെ ആവശ്യത്തിൻ്റെ സമയത്ത് ദൈവം ഇങ്ങോട്ടൊരു വചനം നമ്മുടെ മനസ്സിൽ ഓർപ്പിച്ച് തരും. ബിക്കോസ് അവനാടിയിൽ ഇഷ്ടം പോലെ സൂക്ഷിച്ച് വെക്കുന്നവർക്കാണിത്. അല്ലാത്തവരെ ഓർപ്പിക്കും. ചില വചനങ്ങൾക്ക് എല്ലാം ഒട്ടും മിക്കവാറും ഇത്രയും അറിയാൻ വയ്യാത്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ പ്രയാസത്തിൻ്റെ നടുക്കും. വലിയ പ്രയാസം എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത പല ഭാരങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്നോർത്ത് ഞാനിങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കിടക്കുന്നതാണ്, ക്ലിയറായിട്ട് ഞാൻ ഒരു ശബ്ദം കേട്ടു, പിന്നെ സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവമാണ് ഞാൻ ചാടി എഴുന്നേറ്റു. സമുദ്രമധ്യേ ഗർജിക്കുന്നത്, അപ്പോൾ അറ്റ്ലാന്റിക്കിൻ്റെ അപ്പുറത്ത് പോലും ഗർജനം ചെല്ലുമെങ്കിൽ ഞാൻ എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റിരുന്ന് അതേത് വാക്യമാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു, സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവമാണല്ലോ. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം ഏകദേശം 19-ാം വാക്യം വായിച്ചപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം വചനാടിസ്ഥാനത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 29-ാം സങ്കീർത്തനത്തിലാണ് അത് കിടക്കുന്നത്. അതിങ്ങനെയാണ്. അതേ കറക്റ്റ് അതിൻ്റെ സാരമാണ് പറഞ്ഞത്. നമ്മൾ ഓർക്കണം, ദൈവം ഓരോന്ന് സംസാരിക്കുന്ന വചനാടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ബലം എന്നിലുണ്ടാണ്, അല്ലെ ഫെയ്ത്ത്, വിശ്വാസം എനിക്ക്. അത് ഏറ്റെടുത്തിട്ട് പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അത് നമ്മുടെ ആക്കണം. അല്ലാതെ ചുമ്മാ അത് കഴിഞ്ഞ് ഇനി വേറൊരു പ്രോഫസിക്ക് വേണം, പിന്നെ വേറൊരു മീറ്റിങ്ങിന് വേണം, പിന്നെ വേറൊരാളുടെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക. അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ആദ്യ സ്റ്റേജാണ് ചെയ്യേണ്ടവർ ചെയ്യുക. പക്ഷെ അതല്ല, ഉറച്ചു നിൽക്കുന്ന ഒരു വിത്ത് കിട്ടിയാൽ അത് കിളിപ്പിച്ച് ജീവവൃക്ഷമാക്കണം. ആത്മീയ ഗോളത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇതേപോലെ ഒരു വലിയ കഴിവുള്ള മിടുക്കനായ ഒരു കൊച്ചൻ നമ്മുടെ ഭവനത്തിൽ കയറി വന്നു. അപ്പോൾ അവന് അങ്ങേയറ്റത്തെ കഴിവാണ്. പണം എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളമൊക്കെ വലിയ ശമ്പളമാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും അറിയാത്ത മട്ടിലുള്ള നമുക്കൊന്നും അറിയത്തില്ല എന്ന് അവരുടെ ചിന്ത. അപ്പം എനിക്കെന്തോ പക്വതയല്ലാത്തൊരു മനുഷ്യൻ അപാകത ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കൊച്ചിന് വേണ്ടി എന്നതാ പ്രാർത്ഥിക്കേണ്ടി കർത്താവ്?
എന്താ ഇവൻ്റെ സ്റ്റേജ്? അപ്പോൾ എന്നെ വ്യക്തമായിട്ട് കർത്താവ് കാണിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഇവനിപ്പം വലിയ ശമ്പളമൊക്കെ നേടുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ദേശാടനം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുന്ന വിശ്വാസം, അവരുടെ വിശ്വാസം, ചിലപ്പോൾ ബുദ്ധിസം ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദുസ് ആയിരിക്കും, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, എല്ലായിടത്തു നിന്നും പോയി അവൻ ഓരോ ചെടി വാങ്ങിച്ചു വെക്കും. നമ്മൾ ഈ ചെടി ചെറിയ ചട്ടിക്കകത്ത് വളർത്തുന്ന പോലത്തെ ചെടിയാണ്, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് അപ്പം എന്നെ ആത്മാവിൽ കാണിക്കുന്നു ഇവനെല്ലാം കൊണ്ടുവന്ന് വീട്ടിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പോലും നട്ട് കിളുത്തിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഇവൻ ചുമ്മാ പരതി നടക്കല്ല, ഇവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഇവനെ ഒരു വൃക്ഷം പോലും കിളിപ്പിക്കുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അങ്ങനെ തന്നെ കാണിച്ചു തന്നു. ഈസ് മേക്കിംഗ് ലോട്ട് ഓഫ് മണി, പക്ഷെ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലാക്കേണ്ടത് ആത്മീക ഗോളത്തിൽ ജീവനില്ലാത്ത വ്യക്തികൾ അവിടെ ഇവിടെയും തെരണ്ടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം തന്നിരിക്കുന്ന ഒരു ജീവവൃക്ഷമെങ്കിലും നിനക്ക് കിളിപ്പിക്കാൻ നോക്കും. 29-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെ അവർ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻ്റെ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കും. അതാണ് സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവം എന്ന് പറഞ്ഞോ കാണിച്ചു. 6 മാസം എടുത്തു, കാരണം എനിക്ക് വേദപുസ്തകത്തിൽ അത്ര ആഴമായിട്ട് അന്നേരം ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചായിട്ട്, പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി കൂടെ ഓർക്കും. അപ്പോൾ ഞാൻ പറയുന്ന കർത്താവ് പറയുന്ന ഓരോ വാക്യത്തിനും വിലയുണ്ട്. ഇന്ന് നിന്നിരിക്കുന്നവൻ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹീ ഹു കോൾഡ് യു ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മളോട് പറയും ദൈവം ഞാൻ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുകയാണ്. ഗോ, നീ പോ, നിൻ്റെ കാര്യം നേടിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അയ്യോ തരണേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. സി ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദൈവം പൊക്കോളാൻ പറഞ്ഞു, വിധി തന്നിരിക്കുന്നു, ആ വിധി എൻ്റെ കയ്യിലുണ്ട്, ഇത് നടന്നിരിക്കുന്നു എന്ന് പിന്നെ പറയാനുള്ള ബലമാണ് ഉണ്ട്. അപ്പം നമുക്ക് വചനം എടുക്കേണ്ടത് 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. എന്ത്? ഈ വചനം വിശ്വസിക്കാമെന്ന് ദൈവം ഇങ്ങോട്ടോ അച്ചാരയിട്ട് തരികയാണ്, മുദ്രയിട്ട് തരുന്നു. നമ്മൾ അവിശ്വസ്തരായിരുന്നു, അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ. ദൈവത്തിൻ്റെ സ്വഭാവം മാറാനൊക്കത്തില്ല. അപ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കുക, അല്ലെ പെൺമക്കൾ അപ്പനെ അമ്മയും വിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക്. ദൈവത്തിന് വിപരീതമായിട്ട് പിശാചിന് അടിമയായിട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ബലഹീനത ഉണ്ട് എങ്കിൽ പോലും നീ വിശ്വസ്തനാണ്. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കാമെന്ന് അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സന്തതി അനുഗ്രഹിക്കുന്ന അവിടുന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്ന് പറയുമ്പോഴാണ് ദൈവശക്തി വരുന്നത്. ആ ദൈവശക്തിയുടെ പ്രസക്തിയിലാണ് പിന്നെ നീങ്ങേണ്ടത്. അല്ലാതെ കുഞ്ഞുങ്ങളുടെ നന്മയോ തിന്മയോ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവരിപ്പോൾ ഇന്ന് നന്മ പറയുന്നവൻ നാളെ തിരിച്ച് പറയൂലേ. ഇപ്പോൾ നമ്മളൊരാൾക്ക് കുറച്ച് പൈസ കൊടുത്തുന്നിരിക്കുക, ഇന്ന് നന്ദി പറയും, ഒരു മാസം കഴിഞ്ഞ് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അന്നേരം അവരുടെ മുഖം കാണണം. മൂർഖൻ്റെ കൂട്ട് പത്തി പിടർത്തി നിർത്തി. ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ആദ്യം ആൾ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും, ഓരോന്ന് പറഞ്ഞു വരും. ഇപ്പം വരുന്നത് ചോദിക്കുന്നതന്നെ കൊടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കും. പലപ്പോഴും വരുന്നവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല, ദൈവം കൊടുപ്പിക്കത്തുമില്ല. കാരണം ആവശ്യമില്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ലാതെ എടുപ്പം പോയി ഒന്നും എല്ലാവരെയും സഹായിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. പറയുന്നിടത്ത് എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ മുമ്പിൽ പറയുക, കർത്താവെ നമ്മുടെ കുടുംബത്തിൽ എന്ത് ബലഹീനത, ചിലപ്പം പണത്തിൻ്റെ, ചില ഭാര്യമാരോടൊന്നും അബദ്ധം പറ്റിപ്പോയതാണ് വിവാഹം, ചതിവിൽപ്പെട്ട കല്യാണം, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ദൈവം അറിയാവുന്ന നടക്കത്തില്ലല്ലോ. ദൈവമാണ് ഈ വിവാഹം നടത്തുമെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട്ണറായിട്ട് എനിക്ക് തന്നെ എന്ത് ബലഹീനതയുണ്ടെങ്കിലും സാരമില്ല, നമ്മൾ ഒന്നിച്ച് നേടുമെന്ന് പറയാനൊരു ഭാര്യ തുടങ്ങിയോ കുടുംബജീവിതം സ്വർഗമാക്കി തരും. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നത്തിൻ്റെ നടുക്ക്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. അപ്പോൾ കർത്താവിൻ്റെ വചനം വിശ്വാസയോഗ്യമാണെന്ന് ദൈവം പറയുന്നു. പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ അച്ചാരം എന്താ വേണ്ടി? ഇതിൽ കൂടുതൽ വിറ്റ്നസിങ് എന്ത് വേണം? അതിനകത്ത് നേളിലൊരു വാക്യം വളരെ മുമ്പ് കർത്താവ് പറഞ്ഞത് 2 തിമോത്തിയുടെ ഏകദേശം 8-ാം വാക്യം. അതിന് കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ഇതൊക്കെ എടുത്ത് വായിക്കണേ, നല്ല വാക്യങ്ങളാണ്. 2 തിമോത്തി 2:7 കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എൻ്റെ സുവിശേഷം.
എന്താണ്? നാം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ വചനം പറയുക, അല്ലെങ്കിൽ അതിൽ ധ്യാനിക്കുക. അതിലായിരിക്കണം നിൻ്റെ സുവിശേഷം നിൽക്കുന്നത്. ലോകത്തിൽ എന്തെല്ലാം നടക്കും. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കണം. ദൈവമക്കളെ പരിപാലിക്കാൻ ദൈവത്തിന് അറിയത്തില്ലേ? കർത്താവ് ചെയ്യാതിരിക്കുമോ? അത് നമ്മൾ ആ ദൈവത്തിലുള്ള വിശ്വസ്തത, അല്ലെങ്കിൽ അവനുള്ള ആ പൂർണ്ണ ആശ്രയത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാവർക്കും ലഭിക്കുന്നതാണ്. പക്ഷേ എത്രമാത്രം നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നു അത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കർത്താവിന് ഈ വചനം നമുക്ക് വിശ്വാസയോഗ്യമാണെന്ന് പറയുന്നു. കർത്താവ് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം, നമ്മുടെ ഭവനത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആകട്ടെ, കർത്താവ് പറയുന്നത് ജഹോവ നിസി, ജയത്തിൻ്റെ കൊടി ഇതാ ഞാൻ ഉയർത്തിയിരിക്കുന്നു. ജയത്തിൻ്റെ കൊടി എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ കൊടിയാണത്. എത്ര പേരുടെ ഹൃദയത്തിൽ കഷ്ടത്തിൻ്റെ നടുക്ക് ഞാൻ ജയത്തിൻ്റെ കൊടി കാണുന്നു എന്ന് പറയാനില്ല. അതായത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണ്ടു വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത്, ആദ്യകാലങ്ങളിൽ വരുന്ന സ്ത്രീകളെല്ലാം ഒത്തിരി വെപ്രാളം വിഭ്രതി പറയാറുണ്ട്. പക്ഷെ ക്രമേണ അവരുടെ വെപ്രാളം മാറിയിട്ട് അവരൊരു ബലത്തിലോട്ട് കയറി പിന്നെ എന്തൊരു ധൈര്യത്തിലാണ് അവരവരുടെ ഭവനങ്ങൾ നടത്തിയെടുക്കുന്നത്, അവരുടെ മക്കളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നേടിയെടുക്കുന്നത്. പണമില്ലാത്തപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വരും, പണമില്ലാത്ത സമയത്ത് അതുപോലെ പ്രയാസമുള്ള വീട്ടിനകത്ത് പണം പ്രത്യക്ഷപ്പെടും. സാധിക്കും. ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല. അപ്പം ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ദൈവത്തിനെ കാണേണ്ട വിധത്തിൽ കാണുന്നില്ല. അവൻ പറയുകയാണ്, ഞാൻ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. കോടതിയിലെ വിധിയാണിതൊക്കെ. ഞങ്ങൾ ഐ ഹാവ് സെറ്റ് യുവർ ചിൽഡ്രൻ ഫ്രീ, നിൻ്റെ മക്കളെ ഞാൻ വിട്ടുതൽ തന്ന് അയക്കുകയാണ്. അപ്പം പിന്നെ അകമ്പടിയോടെ ദൈവം അവരെ കൊണ്ടുവരും. അതാണ് നമ്മൾ ഈ മറ്റൊരു സൈറ്റ് വരുന്നത്, ഇടയനായ ദൈവം മാറി നിൽക്കുന്ന ആടുകളെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട്, ഒരു സൈഡിലും മകനെ ഒരു സൈഡിലും മകളെയൊക്കെ പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര കൊണ്ടുവരുന്നത് കാണുന്നു. ആ കാണാനുള്ള കണ്ണുകൾ ദൈവം നമുക്ക് തരുന്നു. ആരും ഭയപ്പെടേണ്ട. കാരണം വേദനിക്കുന്നവർക്ക് വേണ്ടി ഉത്തരം തരുന്നൊരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആരുടെയൊക്കെയോ നെഞ്ചിൽ നിന്ന് ഒത്തിരി ഭാരങ്ങൾ അഴിഞ്ഞു പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒരു സത്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന വചനങ്ങളെല്ലാം ആത്മീക തലത്തിൽ ജയത്തിൻ്റെ കൊടി കർത്താവ് പ്രത്യേകം പറയുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അവ പല പ്രാവശ്യം കേട്ടിട്ട് നമ്മുടേതാക്കണം, എന്നാലേ ഇതിനകത്ത് ജയം കിട്ടത്തുള്ളൂ. ഇനി വിമലാൻ്റെത് കേട്ട് ഇനി അടുത്ത ദിവസം വേറൊരാളുടെ കേൾക്കാം, അങ്ങനെയല്ല. കേൾക്കുന്നത് 2-3 പേരുടെ കേൾക്കണം, ഒത്തിരി പേരുടെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കേൾക്കുന്നത് ഉറപ്പിച്ച് നമ്മൾ ജീവവൃക്ഷമാക്കണം. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. സുവിശേഷം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ചെയ്ത ജയത്തിൻ്റെ കൊടി ഉയർത്തുന്നത് തന്നെയാണ്. നമുക്ക് ദൈവത്തിന് വേണ്ടി ബലപ്പെട്ട് മുൻപോട്ട് പോകാം, പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ കൊണ്ടുവരുന്നതിന് മുമ്പ് നീ ആരെയെന്ന് മനസ്സിലാക്കാൻ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറി എന്തിനു വേണ്ടി? പാപത്തെയും മരണത്തെയും ശാപത്തെയും രോഗത്തെയൊക്കെ കർത്താവ് എന്നേക്കുമായിട്ട് മാറ്റിയിട്ട് പറുദീസയിലെ ജീവിതത്തിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് പിതാവും നമ്മളുമായിട്ട് കർത്താവെ ജീവിക്കുവാനുള്ള സന്തോഷത്തിലേക്ക് കരുതുന്ന ദൈവത്തിൻ്റെ മറവിടത്തിൽ ജീവിപ്പാൻ, കർത്താവെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കണം. പോയി ഇറങ്ങിയും കയറിയും വരികയല്ല കർത്താവെ, അവിടെ വസിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും തരണം. എങ്കിലേ ഈ ലോകത്തിൻ്റെ കണ്ണുകൾ ഞങ്ങളിൽ നിന്ന് മാറിയിട്ട് ആത്മീയ കണ്ണ് തുറന്നിട്ട് നിന്നെ കാണുവാനുള്ള ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഒരു ജഡീക സ്വഭാവമുള്ളവരാണെങ്കിലും നീ ജഡശരീരമെടുത്ത് അവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറിയതിനാൽ ഞങ്ങളുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും തുടച്ചു മാറ്റി പുതുജീവൻ, നിത്യമായ ജീവൻ തന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്ന നിൻ്റെ വൻകരം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കൊച്ചുവൈദങ്ങളെ വരെ നിൻ്റെ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.